ആ കൗക്കബുകളെ കണ്ടപ്പോ ഇബ്രാഹിം ആ റബ്ബാണെന്ന് പറഞ്ഞ ആ റബ്ബിനെ വിട്ടു, അത് വിട്ടു. പിന്നെ കമറിനെ കണ്ടപ്പോ ഹാദാ റബ്ബി എന്ന് പറഞ്ഞു, ഇതാണ് എന്റെ റബ്ബ് എന്ന് പറഞ്ഞു, അതിനെ വിട്ടു. ശംസിനെ കണ്ടപ്പോ ഇതാണ് എന്റെ റബ്ബ് എന്ന് പറഞ്ഞു, അതിനെയും വിട്ടു. എന്നിട്ടാണ് പറഞ്ഞത് ഈ ഇതൊക്കെ നമ്മള് ഒരു റബ്ബിലേക്ക്, ഈ പ്രപഞ്ചത്തിന്റെ പൊതുബോധത്തിലേക്ക് എത്തിക്കാനുള്ള വഴിയടയാളങ്ങൾ മാത്രമേ ഇതുള്ളൂ. അതായത് കമർ എന്ന് പറഞ്ഞാൽ നമുക്ക് തസവുറാത്തുകളെ തരുള്ളൂ, സങ്കല്പങ്ങളെ തരുള്ളൂ. വ്യക്തമായ അറിവ് നമ്മിലെ ചന്ദ്രൻ തരൂല. നമ്മിലെ നക്ഷത്രങ്ങൾ, അറിവിന്റെ നക്ഷത്രങ്ങൾ നമുക്ക് കൗക്കബാണ്, നെജുമല്ല. നെജുമാണെങ്കിൽ ഹിദായത്ത് തരും. നെജുമും കൗക്കബും ഇവർക്ക് ഒന്നാണ്. എന്റെ സഹോദരങ്ങൾ മനസ്സിലായി, നെജുമും കൗക്കബും ഖുർആൻ ഉപയോഗിച്ചത് ഒന്നിനല്ല. നെജുമ എന്നാൽ ഒബിൻ നെജുമിഹും യഹ്തദൂൻ എന്ന് ഖുർആൻ പറഞ്ഞതാണ്. അറിവിന്റെ നക്ഷത്രങ്ങളെ കൊണ്ട് അവർക്ക് ഹിദായത്ത് വഴി കണ്ടെത്താൻ പറ്റും. അല്ലാതെ ആകാശത്തുള്ള നക്ഷത്രം നോക്കി ആളുകൾക്ക് മീൻ പിടിക്കാൻ പോകാനുള്ള വഴി കണ്ടെത്തിയിരുന്നു എന്നല്ല. ഒബിൻ നെജ്മിഹും യഹ്തദൂൻ, അവർക്ക് ഹിദായത്ത് കിട്ടുക അറിവിന്റെ നക്ഷത്രങ്ങളെ നോക്കിപ്പോയിട്ടാണ്. അതാണ് നെജ്മ് എന്ന് പറഞ്ഞത്. കമർ എന്ന് പറഞ്ഞാൽ അങ്ങനെയാകാം ഇങ്ങനെയാ, പൂർണ്ണ വ്യക്തത തരൂല. അതാണ് കമർ എന്ന് പറയുന്നത്. നമ്മുടെ റമക്ക് നീക്കിയേ ചെയ്യുള്ളൂ, കണ്ണിന്റെ പാട നീക്കി തിരികെ ചെയ്യുള്ളൂ. റമക്ക് എന്ന് പറഞ്ഞാൽ കണ്ണിന്റെ പാട, കണ്ണിലുണ്ടാകുന്ന പാടക്കാണ് റമക്ക് എന്ന് പറയുക. കണ്ണിന്റെ തുറിച്ചു നോട്ടം അത് മാറ്റി തരികയുള്ളൂ കമർ. പക്ഷെ പൂർണ്ണമായ അറിവ് തരുന്നത് ശംസാണ്. പൂർണ്ണമായ വ്യക്തമായ അറിവ്. അതാണ് സൂര്യൻ ഉദിക്കുന്നതോടുകൂടി ഇരുട്ട് പോയി. അത് ഈ സൂര്യൻ തന്നെ തെളിവാണത് നമ്മുടെ ജീവിതത്തിൽ അറിവ് തന്നെ. സൂര്യൻ ഉദിക്കുന്നതോടുകൂടി നമ്മുടെ അജ്ഞതയുടെ ഇരുട്ടുകൾ മുഴുവൻ പോകും. അതാണ് അഖിബു സലാത്തലി ദുലൂക്കി ശംസി എന്ന് ഖുർആൻ പറയാൻ. ആ ശംസിനെയാണ് നമുക്ക് തിരിച്ചു. അതാണ് അല്ലാതെ ഈ സൂര്യനെ തിരിക്കാൻ നിങ്ങൾ നിസ്കരിക്കാന്നല്ല, ആകാശത്തെ സൂര്യനെ തിരിക്കാനൊന്നും നമുക്ക് സാധിക്കൂല. അഖിബു സലാത്തലി ദുലൂക്കി ശംസി ഇലാ വസഖില്ലൈലി, അജ്ഞതയുടെ ഇരുട്ടിലേക്ക് വിജ്ഞാനത്തിന്റെ സൂര്യനെ തിരിച്ചു വെക്കുന്നതിന് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ സിലത്ത് ചെയ്യുക, സലാത്ത് ചെയ്യുക എന്ന് പറഞ്ഞതാണ്. അതിനിവര് ലീ എന്ന് പറഞ്ഞാൽ മുതൽ നാക്കും, വേണ്ടി എന്നുള്ള അർത്ഥം അവിടെ വിടും. അഹിനിസലാത്ത ലീ എന്നാണ്, ലീ തുലു, അതിനു വേണ്ടി അവിടെ ലീക്ക് അവിടെ നിന്നാക്കും, അവിടെ അത് മുതൽ നാക്കാം. സൂര്യൻ മധ്യാഹ്നത്തിൽ നിന്ന് തെറ്റിയത് മുതൽ ഇരുട്ടുന്നത് വരെ നിങ്ങൾ നിസ്കരിക്കാനാക്കും. അപ്പൊ അത് വരെ നിസ്കരിക്കണമെന്ന് വെച്ചാൽ അത് വരെ വേണ്ട, അതിന്റെ ഇടയിൽ എപ്പോഴെങ്കിലുമൊക്കെ ഒരു 5 മിനിറ്റ് മതിയെന്നാവും. അത് നോക്കി നിങ്ങൾ ഇത് മുതൽ അതുവരെ ഇന്നത് ചെയ്യാന്ന് പറഞ്ഞാൽ അത് മുതൽ അതുവരെ ചെയ്യണ്ടേ? അപ്പൊ അത് ചെയ്യൂല. അപ്പോ ഉച്ചക്കൊന്ന്, 4 മണിക്കൊന്ന്, വൈകുന്നേരം ഒന്ന്. അപ്പൊ ഇത് മുതൽ അതുവരെ ചെയ്യാന്ന് പറഞ്ഞാലോ അത് അങ്ങനെ, അതപ്പോ നബി അങ്ങനെ കാണിച്ചു തന്നെ. അപ്പൊ അതാ പിന്നെ വ്യാഖ്യാനം അതാണ്. അതല്ല ഈ ദുലൂക്കി എന്ന് പറഞ്ഞാൽ ഈ അറിവിന്റെ സൂര്യനെ നിങ്ങൾ എങ്ങോട്ട് തിരിച്ചു വെക്കണം, എങ്ങോട്ടാണ് കൊണ്ടുപോകേണ്ടത്? ഇലാ വസഖില്ലൈലി, അജ്ഞതയുടെ ഇരുട്ടിലേക്ക്. നമുക്കറിയാത്ത നിരവധി അനവധി കാര്യങ്ങൾ ഈ ലോകത്തുണ്ട്. അതാണ് ലൈല്. അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും വരെ പറഞ്ഞ ലൈൽ എന്ന് പറഞ്ഞാല് ലൈലിലാണ് ഫീഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹക്കീം, എല്ലാ തത്വപൂർണമായ കാര്യങ്ങളും വേർതിരിച്ചു കിട്ടുക ലൈലിലാണ്. ലൈല് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാത്ത കാര്യങ്ങളെ അന്വേഷിക്കുന്ന നമ്മുടെ ജീവിതത്തിലെ അവസ്ഥ ഏതോ അതാണ് നമ്മുടെ ലൈല്. പ്രബുഹത്തു ബിമാ തെജുഹലു ഫീ ഹയാത്തിക, നിന്റെ ജീവിതത്തിൽ നിനക്കറിയാത്ത കാര്യങ്ങൾ നീ എപ്പോഴൊക്കെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നോ, ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നുവോ, അത് നിന്റെ ലൈലാണ്. ആ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന, ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആ വേളയിലാണ് നിനക്ക് എന്തുണ്ടാകുക? യാഥാർത്ഥ്യങ്ങൾ തെളിഞ്ഞു കിട്ടുക. അതാണ് ഫീഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹക്കീം എന്ന് പറഞ്ഞു. എല്ലാ ഹിക്മത്ത്, തത്വപൂർണമായ, യുക്തിഭദ്രപൂർണമായ, ദാർശനികമായ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് തുറന്നു കിട്ടുക ഈ ലൈലിലാണ്. അല്ലാതെ പകലിന്റെ രാത്രിയിലാണ് എല്ലാ ഹിക്മത്തുള്ള കാര്യങ്ങളും തുറന്നു കിട്ടുക എന്നല്ല. അതാണ് ലൈല് എന്ന് പറഞ്ഞതാണ്.